ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്നലെയും ഞാനായിട്ടൊന്നും ലോങ് വീഡിയോസും ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. ഞായറാഴ്ച തൊട്ട് അങ്ങനെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. വേറെ ഒന്നുമല്ല, കണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്ന സമയത്തിൽ കുറച്ച് വ്യത്യാസങ്ങളും ഒക്കെ വരുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് എന്താ പറയണ്ടേ, റീഅറേഞ്ച്മെന്റ്സ് ഒക്കെ നടത്തി വന്നപ്പം നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ടൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ ഇന്ന് തുടങ്ങി കൺസിസ്റ്റന്റ് ആയി പുതിയ ടൈം അനുസരിച്ച് ചെയ്തു പോകണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പുതിയ കണ്ടന്റ് പ്ലാൻ എങ്ങനെയാണ് എന്താണെന്നുള്ളതിനെ സംബന്ധിച്ചിട്ട് ഞാൻ പറ്റുമെങ്കിൽ യൂട്യൂബ് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടുമല്ലോ ഓരോ ദിവസം എന്തൊക്കെ കണ്ടന്റ് ആണ് ഉണ്ടാകുക എന്നുള്ളതിനെ സംബന്ധിച്ച്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിന്റെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഹീൽ ചെയ്യേണ്ടത് എന്താണ്. അപ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങളിലുള്ള ഏത് കാര്യം ഹീൽ ചെയ്യുന്നതിനാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മൾ ഇന്നത്തെ റീഡിങ്ങിൽ നോക്കുന്നത്. ഓക്കെ, അപ്പൊ തമ്മിൽ 3 ചിത്രങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ 3 ഡെക്കുകളുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു മീഡിയം ഉപയോഗിച്ചുകൊണ്ട് ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേട്ടതിന് ശേഷം നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്ന സന്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും മാത്രം സ്വീകരിക്കുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിംഗിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഹലോ നമസ്കാരം. ഗ്രൂപ്പ് 1 നിങ്ങൾ തമ്മിലെത്ത ഒന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പൊ നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സ് ഇപ്പോൾ എന്ത് ഹീൽ ചെയ്യുന്നതിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്, എന്താണ് അവർ ഹീൽ ചെയ്യേണ്ടത്. Clarify the Hangman. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഹീൽ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ജസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഡിവൈൻ ഫെമിനിൻ എനർജിയിലേക്ക് മാറുന്നതിന് വേണ്ടുന്ന ഹീലിംഗ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം തന്നെ ഓരോ കാര്യങ്ങളും കഴിഞ്ഞു പോയിട്ടുള്ള ഓരോ കാര്യങ്ങളും, പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേദന ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ, അതിനൊരു ഡിഫറെന്റ് പെർസ്പെക്റ്റീവിലൂടെ കാണാൻ നിങ്ങൾക്ക് സാധിക്കണം. അതായത് ആ ഒരു സംഭവിച്ചതിന് പിന്നിൽ ഈ ഒരുപാട് ചാലഞ്ചസ് ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും, ശരിയാണ്. പക്ഷെ അതിന്റെ ഉള്ളില് നിങ്ങൾ ഒന്നും കൂടെ അതൊന്ന് വിശകലനം ചെയ്ത് അതിലൂടെ എന്തെങ്കിലും ഒരു നല്ല കാര്യം നടന്നിട്ടുണ്ടാവും. ഒന്നില്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നൊരു തിരിച്ചറിവെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും, ഇല്ലേ? അതിൽ നിന്ന് നിങ്ങൾ ജീവിതത്തിലേക്ക് വളരെ പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്ക് ഗുണം തരുന്ന കാര്യമാണ്. കാരണം മുന്നോട്ട് പോകുമ്പോൾ ഈ പാഠങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ തിരിച്ചറിവുകളൊക്കെ നിങ്ങൾ ഒരുപാട് സഹായിക്കും. അപ്പൊ അങ്ങനെ ഫോക്കസ് ചെയ്യാൻ പറയുന്നു. എനിക്ക് ഇത് സംഭവിച്ചു എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നതിനേക്കാൾ ഓക്കെ, എന്തൊക്കെ പാഠങ്ങളാണ് ഞാൻ ഇതിൽ നിന്ന് പഠിച്ചത്, എന്തൊക്കെ തിരിച്ചറിവുകളാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്, എന്തൊക്കെ മാറ്റങ്ങളാണ് ഞാൻ വരുത്തേണ്ടത് എന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ എന്തുണ്ടാവുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ സറണ്ടർ ചെയ്യാണ് യൂണിവേഴ്സിലേക്ക്. ഓക്കെ, ആ നടക്കുന്ന മാറ്റങ്ങളെ, ആ ട്രാൻസ്ഫോർമേഷനെ നിങ്ങൾ അനുവദിക്കുകയാണ്. അതാണ് നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത്. നിങ്ങൾ
ആ ഒരു പെർസ്പെക്റ്റീവ് ഷിഫ്റ്റ്, നിങ്ങളുടെ കാഴ്ചപ്പാടിലുള്ള വ്യത്യാസം ഉണ്ടാകണം. അതിനോടൊപ്പം യൂണിവേഴ്സിലൂടെ അല്ലെങ്കിൽ അതിലൂടെ യൂണിവേഴ്സിലേക്ക് കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങളെ, നിങ്ങളുടെ സ്വപ്നങ്ങളെ, നിങ്ങളെ തന്നെ യൂണിവേഴ്സിൽ കംപ്ലീറ്റ്ലി സമർപ്പിക്കണം. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് ഇപ്പോൾ സാധിക്കുന്നില്ല. ഓക്കെ, നിങ്ങളിങ്ങനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാണ് ഇപ്പൊ ഒരു 3 മാസത്തിനുള്ളിൽ ഒരു ജോലി കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പൊ ഒരു 3 മാസം സമയമാണ് പറയണത്, ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. എവിടെ കിട്ടും? അപ്പൊ നിങ്ങൾക്ക് അറിയേണ്ടത് എവിടെ കിട്ടും, കൃത്യമായ സമയം എപ്പോഴാണ്, ഇപ്പൊ തുടങ്ങി എത്ര ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ എത്ര ആഴ്ചക്കുള്ളിൽ കിട്ടും എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടൊരു ക്ലാരിറ്റി വേണം, എന്നൊരു ശക്തമായ തോന്നൽ ഉണ്ടാവുക. പിന്നെ എന്താ പറയണ്ടേ, ആരിലൂടെയാണ് വരിക, എങ്ങനെയാണ് വരിക, അതായത് ഓക്കെ എനിക്ക് എന്തായാലും ആ ജോലി കിട്ടും, അപ്പൊ ആ കൃത്യസമയത്ത് എന്നിലേക്ക് വരുമ്പോൾ എനിക്ക് അത് തിരിച്ചറിയാൻ പറ്റും, അതെനിക്ക് യൂണിവേഴ്സ് കാണിച്ചു തരും എന്ന് വിശ്വസിച്ചുകൊണ്ട് സറണ്ടർ ചെയ്യുന്നതിന് പകരം കൂടുതൽ കൂടുതൽ സ്പെസിഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ അതിനായിട്ടൊരു നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു എർജ് നിങ്ങളിൽ ഉണ്ടാവുക. ഓക്കെ, അതാണ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക എന്ന് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ജോലി, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇന്ന രീതിയിൽ ഇന്ന സമയത്ത് നടക്കണം, അത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ് അഗെയിൻ. ഓക്കെ, ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന സമയം, വിചാരിക്കുന്ന രീതി നമുക്ക് നല്ലതായിരിക്കില്ല. നമുക്ക് തോന്നും നമുക്ക് നല്ലതാണെന്ന്, പക്ഷെ നടന്നു വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് നല്ലതായിരിക്കില്ല. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ നിങ്ങളോട് ശ്രദ്ധിക്കാനായിട്ട് ഫസ്റ്റിലെ പറയുന്ന ഒരു കാര്യം. അതാണ്, അപ്പൊ നിങ്ങൾ സറണ്ടർ ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള, ഇതുവരെ സംഭവിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുള്ള സന്ദർഭങ്ങൾ, അതിൽ നിന്ന് നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ട് എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ട് എന്തൊക്കെയാണ് ലഭിച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ബോധ്യം ഉണ്ടാവണം. ഓക്കെ, അപ്പൊ അത് നടക്കുന്നില്ലെങ്കിൽ, അതിന് സാധിക്കുന്നില്ലെങ്കിൽ, ആ ഒരു കൺട്രോളിങ് ടെൻഡൻസി, ആ ഒരു സറണ്ടർ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്, അതാണ് നിങ്ങൾ ഹീൽ ചെയ്യേണ്ടത്. അതുപോലെ ക്ഷമ. ഓക്കെ, തൊട്ടടുത്ത കാർഡ് അതാണ് പറയുന്നത്, ക്ഷമ. അതായത് നിങ്ങൾക്ക് ഒരു ഗോൾ ഉണ്ട്, ഒരു ഡിസയർ ഉണ്ട്, അതിൽ ഫുള്ളി ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾ അതിനു വേണ്ടി ചിലപ്പോൾ 1-2 ദിവസം കൺസിസ്റ്റന്റ് ആയി ആക്ഷൻ എടുക്കുന്നു. പിന്നെ നിങ്ങൾക്ക് എന്താ വരാത്ത, എത്ര ഇപ്പൊ ഞാൻ ആക്ഷൻ എടുത്ത് തുടങ്ങിയല്ലോ, എന്നിട്ടൊരു മാറ്റമില്ലല്ലോ, എന്താ സംഭവിക്കാത്ത, ആ ഒരു ഉള്ളിൽ അസ്വസ്ഥതയാണ്. ഓക്കെ, ഒരു ക്ഷമയില്ലാത്ത അവസ്ഥ. അത് എന്താ പറയാ, ഞാൻ കൺസിസ്റ്റന്റ് ആയി ആക്ഷൻ എടുത്ത് പോകുകയാണ് വേണ്ടത്, അത് കൃത്യസമയത്ത് നടന്നോളും എന്ന് വിശ്വസിച്ച് സമാധാനിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ ഈ ക്ഷമയില്ലാത്തത് കൊണ്ട് തന്നെ എടുക്കുന്ന ആക്ഷൻസിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ റിലീസ് ചെയ്യേണ്ടതാണ്, ഹീൽ ചെയ്യേണ്ടതാണ്. ഓക്കെ, ആ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ, ഡിവൈൻ പ്ലാനിൽ വിശ്വസിച്ച് ക്ഷമയോടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിന് പറ്റുന്നില്ലെങ്കിൽ ആ ഒരു ക്ഷമയില്ലാത്തൊരവസ്ഥ, ആ ഡിവൈൻ പ്ലാനിനെ വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ആ ഡിവൈൻ ടൈമിംഗ് എന്ന് പറയുന്നത് അതിലെ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥയുണ്ടെങ്കിൽ അത് നിങ്ങൾ ഹീൽ ചെയ്യേണ്ടതാണ്. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും അന്യായം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ന്യായം ഞാൻ തന്നെ നടത്തിയെടുക്കണം. അതായത് അതിന് ചിലപ്പോൾ യൂണിവേഴ്സ് ഒരു പ്ലാൻ അഗെയിൻ വെച്ചിട്ടുണ്ടായിരിക്കും. കണ്ടു, ടെമ്പറൻസ്, 7 of Pentacles, Hanged Man, ഇതെല്ലാം പറയുന്നത് ക്ഷമ കാണിക്കുക, സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് നിങ്ങൾക്ക് പറ്റാത്തത്. മനസ്സിലായോ? അപ്പോൾ ആ ടെമ്പറൻസ് കാർഡിലൂടെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിച്ച അന്യായങ്ങൾ, അനീതികൾ, അതിന് യൂണിവേഴ്സ് കൃത്യമായ ഒരു സമയത്ത്, ഓക്കെ, യൂണിവേഴ്സിന്റെ പ്ലാൻ പ്രകാരം വളരെ ഭംഗിയായിട്ട് അവിടെ ആ ഒരു നീതി പുനഃസ്ഥാപിക്കുന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിപ്പോ വേണം, ഇപ്പൊ നടക്കണം, അങ്ങനത്തെ ഒരു എന്താ പറയാ, ഒരു പിടിവാശി എന്ന് വേണം നമുക്ക് പറയാം. അത് ഈ പറഞ്ഞ പോലെ എഗെയിൻ നിങ്ങൾക്ക് സറണ്ടർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. മനസ്സിലായോ? അപ്പൊ ആ ഒരു സറണ്ടർ, അതായത് എന്റെ കൺട്രോളിൽ അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടായാലോ, അല്ലെങ്കിൽ ജീവിതത്തിൽ നല്ലത് നടക്കുന്നതിന് പകരം എന്തെങ്കിലും ദോഷമായ കാര്യങ്ങൾ സംഭവിച്ചാലോ എന്ന സബ് കോൺഷ്യസ് ബിലീഫാണ് നിങ്ങളെ കൊണ്ട് ഈ കൺട്രോൾ ചെയ്യിക്കാനായിട്ട് തോന്നിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാത്തിനും ഞാൻ തന്നെ മുന്നിട്ടിറങ്ങണം, അല്ലാതെ എനിക്ക് വേറെ ആരും സപ്പോർട്ട് ചെയ്യില്ല. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച സമയത്ത് നിങ്ങൾക്ക് ആരുടെയും സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു ശക്തിയിലും നിങ്ങൾക്ക് ഒരു പരിധി വിട്ട് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ, അതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ പക്ഷെ സറണ്ടർ ചെയ്യുക, കൺട്രോള് വിട്ട് കളഞ്ഞ് സറണ്ടർ ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് വലിയൊരു ചലഞ്ചാണ്. അത് തന്നെയാണ് നിങ്ങൾ ഹീൽ ചെയ്യേണ്ടതും. ഓക്കെ, പിന്നെ നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ എന്തിനേലും വേണ്ടി അധ്വാനിക്കുകയാണ് എന്ന് വിചാരിക്കൂ. അതിനുവേണ്ടി അധ്വാനിക്കുമ്പോൾ അതിലെന്തെങ്കിലും ഒരു ചെറിയ നേട്ടം, ആ ചെയ്യുന്ന കാര്യത്തിന് വലിയ നേട്ടം തന്നെ ആദ്യമല്ല, പക്ഷെ അതിൽ നിങ്ങൾക്ക് ഫേവറബിൾ ആയി എന്തെങ്കിലും സംഭവിക്കുകയാണ്. ആ സംഭവിക്കുമ്പോൾ അത് നിങ്ങൾ അക്നോളജ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ഇതിപ്പോ എത്രയല്ലേ ഉണ്ടായുള്ളൂ, ഞാൻ ഇതല്ല ആലോചിക്കണം, എനിക്ക് ഇതിനേക്കാളും, അല്ലെങ്കിൽ ഞാൻ ഇതല്ല ആഗ്രഹിക്കണം, ഇതൊന്നും കിട്ടിയാൽ പോരാ.
അവിടെ എന്താ വേണ്ടതെന്ന് അറിയാമോ? നമ്മൾ എനർജീനെയാണ് അട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, പോരാ പോരാ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ ലാക്ക് എനർജി അല്ലെങ്കിൽ ഇല്ലായ്മ ആണ് നമ്മൾ കൂടുതൽ നമ്മളിലേക്ക് ആകർഷിക്കുക. അപ്പൊ എന്താ വേണ്ടേ? ചെറിയൊരു കാര്യമായിരിക്കാം, ചെറിയ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ബിസിനസ് വുമൺ ആണ് അല്ലെങ്കിൽ ബിസിനസ്മാൻ ആണ്, ഒരു ബിസിനസ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ്സിലൂടെ ചിലപ്പോൾ ഉണ്ടാവുന്ന ഫസ്റ്റത്തെ ഏർണിംഗ് എന്ന് പറയുന്നത് വളരെ ചെറിയ എമൗണ്ട് ആയിരിക്കും. 100 രൂപയായിരിക്കും ഫോർ എക്സാമ്പിൾ. ഞാൻ 100 രൂപ എന്നല്ല, എനിക്ക് ഒരു ദിവസം മിനിമം ഒരു 10,000-ത്തിന്റെയെങ്കിലും സെയിൽ ഉണ്ടാവണം എന്ന് നിങ്ങൾ ചിലപ്പോൾ അതാണ് നിങ്ങളുടെ ടാർഗറ്റ്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ്, അതാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ആ 100 രൂപ കിട്ടുമ്പോഴും നിങ്ങൾ ഹാപ്പി ആയിരിക്കണം, നിങ്ങൾ അത് സെലിബ്രേറ്റ് ചെയ്യണം നിങ്ങളുടേതായ രീതിയിൽ. ഓക്കെ, നിങ്ങൾ ഒന്നില്ലെങ്കിൽ സന്തോഷിക്കുക, വളരെയധികം സന്തോഷിക്കുക, യൂണിവേഴ്സിനോട് നന്ദി പറയാം. കാരണം ആ 100 രൂപയും നിങ്ങൾക്ക് ഏർണിംഗ് തന്നെയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ഒരു വരുന്ന അബണ്ടൻസ് വരുമ്പോൾ അത് ഏത് ഫോമിലാണെങ്കിലും ആ ഒരു പൈസ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അത് കൂടുതൽ വരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. കാരണം ഈ പറയുന്ന പണത്തിനും ഒരു എനർജിയാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു എനർജി വരുമ്പോൾ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യും? നമ്മൾ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യാണ്, നമ്മൾ വളരെയധികം ഹാപ്പി ആകുകയാണെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ അതിനെ അട്രാക്ട് ചെയ്യും. ഓക്കെ, പക്ഷെ അതേസമയം നമ്മൾ ഇതല്ലേക്ക് വേണ്ട, ഇതല്ല വേണ്ട 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 എന്ന് പറഞ്ഞ് നിന്നുണ്ടെങ്കിൽ വരില്ല. കാരണം നമ്മൾ അവിടെ റിജക്റ്റ് ചെയ്യാണ്, മനസ്സിലായോ? അപ്പോൾ അത് മാറണം. ചെറിയ നേട്ടങ്ങളായിരിക്കാം, നേട്ടത്തിന്റെ വലിപ്പ ചെറുപ്പം നോക്കാതെ അതില് ആഘോഷിക്കാൻ പറയുന്നു, അതിനെ അക്നോളജ് ചെയ്യാൻ പറയുന്നു. നിങ്ങളുടെ കഷ്ടപ്പാടിന്റെ തന്നെ ഒരു ഫലമാണത്. ചെറുതാണ് ആയിക്കോട്ടെ, ഓക്കെ, അത് കഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ വരുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സെലിബ്രേറ്റ് ചെയ്യണം, ഈശ്വരനോട് നന്ദി പറയണം. പിന്നെ എല്ലാത്തിലും ഉപരി പറയുന്നത് ഈ പറഞ്ഞ പോലെ ഞാൻ മുന്നിട്ടിറങ്ങിയില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവില്ല, അങ്ങനെ യൂണിവേഴ്സിനെല്ലാം വിട്ടുകൊടുത്താതൊന്നും നടക്കില്ല, ഞാൻ ഈ ആക്ഷൻ മാത്രം എടുത്താൽ പോരാ, എല്ലാത്തിലും എൻ്റെ കൺട്രോൾ വേണം എന്നിങ്ങനെ ഉള്ള ഒരു ചിന്ത കൊണ്ട് വളരെ സ്ട്രെസ്ഡ് ആയിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഒരു റെസ്റ്റ്ലെസ് എനർജിയിലാണ് നിങ്ങൾ എന്ന് കാണുന്നു. അതും നിങ്ങൾ മാറ്റണം, സ്വസ്ഥമായിട്ട് നികരിക്കാൻ പറ്റണം. കാരണം എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു, ബാക്കിയെല്ലാം യൂണിവേഴ്സ് കൃത്യസമയത്ത് എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ള ആ ഒരു വിശ്വാസം. ഓക്കെ, ആ യൂണിവേഴ്സിൽ അത്രമേൽ വിശ്വസിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങൾ അവിടെ സ്വസ്ഥമായിട്ട് സമാധാനത്തോടെ നിങ്ങളുടെ ജീവിതത്തിലായിരിക്കണം. അപ്പോൾ ഇപ്പറഞ്ഞ കാര്യങ്ങൾ നിന്ന് അപ്പൊ നമുക്ക് മനസ്സിലായി അല്ലേ? പേഷ്യന്റ് ആയിരിക്കുക, ഡിവൈൻ ടൈമിൽ വിശ്വസിക്കുക, ഡിവൈൻ പ്ലാനിൽ വിശ്വസിച്ച് കൺട്രോൾ ചെയ്യാതെ സറണ്ടർ ചെയ്ത് മുന്നോട്ട് പോകുക. ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ വലിയ നേട്ടങ്ങളെ, അനുഗ്രഹങ്ങളെ അതിനെ കണ്ടെത്തുക, അതിൽ സന്തോഷിക്കുക, അതിനെ ആഘോഷിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെ എടുക്കേണ്ട ആക്ഷൻസ്, ഓക്കെ, ആ ആക്ഷൻസിൽ ഫോക്കസ് ചെയ്യുക. ആ പ്രസന്റ് മൊമെന്റിലായിരിക്കുക, ആക്ഷൻസിൽ ഫോക്കസ് ചെയ്യുക, സ്വസ്ഥമായിട്ടിരിക്കുക. ഈ പറഞ്ഞതൊക്കെയാണ് നിങ്ങൾ എത്തേണ്ടത്, ഇതിലേക്കൊക്കെയാണ് നിങ്ങൾ എത്തേണ്ടത്. അത് നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ആ കാര്യങ്ങളാണ് നിങ്ങൾ ഹീൽ ചെയ്യേണ്ടത്. അതായത് കൺട്രോൾ ചെയ്യാനുള്ള ടെൻഡൻസി, ആ ഒരു സറണ്ടർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, വിശ്വസിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, ട്രസ്റ്റ് ഇഷ്യൂ, അത് പിന്നെ ഒരു എന്താ പറയാ യൂണിവേഴ്സിൽ ഡിപ്പെൻഡ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്, അവിടെയൊക്കെ ആ വിശ്വാസക്കുറവാണ്. പിന്നെ ക്ഷമ ഇല്ലാത്ത അവസ്ഥ, സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ, അതായത് കാട് കയറി ചിന്തിക്കുന്ന ഒരു ടെൻഡൻസി, എപ്പോഴും ഇങ്ങനെ വേഴ്സ്റ്റ് കേസ് സിനാരിയോ ചിന്തിക്കുന്ന ഒരു ടെൻഡൻസി. പിന്നെ ചെറിയ നേട്ടങ്ങളിൽ പോലും ഒരു തൃപ്തി കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥ. ഇതൊക്കെയാണ് നിങ്ങൾ ഹീൽ ചെയ്യേണ്ടതായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 1. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഈ റീഡിംഗ് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കണം. ഈ റീഡിംഗ് മറക്കാതെ ഹൈപ്പ് ചെയ്യുകയും വേണം. ഓക്കെ, ആ ഓപ്ഷൻ ഇപ്പോൾ താഴെ അവൈലബിൾ ആണ്. അപ്പോൾ അതും ചെയ്യുന്നത് ഒരുപാട് ഈ ഒരു വീഡിയോ പുതിയ ആളുകളിലേക്ക് എത്തുന്നതിനും ചാനലിന്റെ ഗ്രോത്തിനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ആ ഒരു സഹായം കൂടെ ചെയ്യേണ്ടതാണ്. പിന്നെ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. നിങ്ങൾ തമ്മിലത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഹീൽ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ ഹീൽ ചെയ്യേണ്ടത്, ഏതിലൊക്കെയാണ് നിങ്ങൾ വളരെയധികം ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ഹീലിംഗ് നടത്തേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ഹീൽ ചെയ്യേണ്ടതായിട്ടുള്ളത്?
ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ ഹീൽ ചെയ്യേണ്ടതായിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു എന്താ പറയാ ബെസ്റ്റ് കേസ് സിനാരിയോയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാത്തത്, ഭാവിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ലായ്മ. ഫസ്റ്റ് ഓഫ് ഓൾ ഓക്കെ, നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ല. അതായത് നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുമ്പോൾ ആ ഒരു ആഗ്രഹത്തെ കുറിച്ച് ഒരു ഒന്നുകൂടെ സ്പെസിഫിക് ആവാൻ പറഞ്ഞു. അതായത് എങ്ങനെ വേണം, എന്താണ് നിങ്ങൾ ആ ഒരു സമയത്ത് ഫീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊരു ക്ലിയർ ആയിട്ട് പറയാൻ പറ്റാത്തൊരവസ്ഥ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരേ സമയം എനിക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണം, അല്ലെങ്കിൽ ഇത് കിട്ടിയില്ലെങ്കിൽ അത്, അങ്ങനെ അങ്ങനെ ബാക്കപ്പ് പ്ലാൻസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അത് ആ ഒരു ടെൻഡൻസി നിങ്ങൾ മാറ്റണം. ഓക്കെ, അവിടെ എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് അർഹതപ്പെട്ടതല്ല എന്ന് സബ് കോൺഷ്യസിൽ ഒരു ചിന്തയുണ്ട്, ഒരു വിശ്വാസമുണ്ട്. അതാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഇത് കിട്ടിയില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സെക്കൻഡ് ഓപ്ഷൻ തേർഡ് ഓപ്ഷൻ ഒക്കെ ഇങ്ങനെ വെച്ച് പോകുന്നത്. എന്നിട്ട് എല്ലാത്തിനും വേണ്ടി ഒരേ സമയം പരിശ്രമിക്കാൻ നോക്കുകയാണ്. അപ്പൊ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഭയങ്കര ഒരു ബേർഡൻ ആണ്, നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഒരേ സമയം ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പരിശ്രമിക്കുന്നത്. ഒന്നിലൊന്നിൽ കൃത്യമായി ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഒന്നിലൊന്നിൽ കൃത്യമായിട്ട് ഒരു ഡിസിഷൻ, ഒരു ക്ലാരിറ്റി ഇതൊന്നും കിട്ടില്ല. അങ്ങനെ അപ്പോ ഒന്നിലും കൃത്യമായി ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാനും പറ്റില്ല. മനസ്സിലായോ? ഇതാണ് മാറേണ്ടത്. അപ്പൊ നിങ്ങളോട് ആദ്യമേ പറയുന്നത്, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ജോലിയിൽ, ഓക്കെ, ചുറ്റുമുള്ളവർ കേൾക്കുമ്പോൾ പറയും അയ്യോ പിന്നെ അതൊക്കെ കിട്ടാൻ പോണു. ഒരു ജോലിയുടെ എക്സാമ്പിൾ പറയാണ് കേട്ടോ. പെട്ടെന്ന് എനിക്ക് ഇവിടെ ഈ 3 ഓഫ് പെന്റക്കിൾസ് കണ്ടപ്പോൾ ജോലി സംബന്ധമായിട്ടാണെന്നാണ് എനിക്ക് കിട്ടുന്നത് ഈ ഒരു ബാക്കപ്പ് പ്ലാൻസ് വെക്കുന്നത്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ചുറ്റുമുള്ളവർക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധിവരെ ഇതെനിക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്തതാണ് എന്നൊരു തോന്നലുണ്ടാവും. ഉണ്ടായിക്കോട്ടെ, ഓക്കെ, അത് ഉറപ്പില്ലല്ലോ. നമുക്കത് ഇപ്പോഴേ പ്രൂഫ് ഉണ്ടോ നിങ്ങൾക്കത് കിട്ടില്ല എന്നുള്ളത്? ഇല്ല. നമ്മുടെ ഭാവി എന്താണെന്ന് നമുക്കറിയില്ല. അപ്പൊ അറിയാത്തൊരു കാര്യത്തിനെ കുറിച്ച് നല്ലതായി ചിന്തിക്കുന്നതാണല്ലോ നമുക്ക് നല്ലത്. നമുക്ക് സമാധാനം ഉണ്ടാവും, നമ്മുടെ മനസ്സിന് സുഖം കിട്ടുക എപ്പോഴാണ്? പോസിറ്റീവായി ചിന്തിക്കുമ്പോൾ, നന്നായി ചിന്തിക്കുമ്പോൾ, ഏറ്റവും നല്ല രീതിയിൽ ചിന്തിക്കുമ്പോൾ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അങ്ങനെ ജോലിയിൽ എന്തെങ്കിലും വളരെ വലിയൊരു സ്വപ്നം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കഴിവതും അത് ആരോട് പറയാതിരിക്കുക. പ്രത്യേകിച്ച് വളരെയധികം പ്രാക്ടിക്കലായി ചിന്തിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അതൊന്നും പോസിബിൾ അല്ല, എന്തെന്ന് പറയണേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ എന്തെങ്കിലും ഒരു എന്താ പറയണ്ടേ, നമുക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ തല്ലിക്കെടുത്തി കുഴിച്ചു മൂടുന്ന ചില ആൾക്കാരുണ്ടാവും നമുക്ക് ചുറ്റും, ഇല്ലേ? അങ്ങനത്തെ ആൾക്കാരടുത്ത് ദയവ് ചെയ്ത് നിങ്ങളുടെ സ്വപ്നങ്ങൾ പറയാതിരിക്കുക. പ്രത്യേകിച്ചും വലിയ സ്വപ്നങ്ങൾ. ഓക്കെ, നിങ്ങൾക്ക് തന്നെ ഒരു പരിധി വരെ എനിക്കിത് കിട്ടുമോ എന്നൊരു തോന്നലുള്ളിലുണ്ട്, അത് ദയവ് ചെയ്ത് ബാക്കി ആരോടും പറയാതിരിക്കുക. അത് നേടിക്കഴിഞ്ഞ് നിങ്ങൾ ആ ഒരു ലക്ഷ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ ഈ ആളുകൾക്കൊക്കെ കാര്യം മനസ്സിലായിക്കോളും. ഓക്കെ, അപ്പോ കരിയറിലാണെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങൾ പറയുന്ന കരിയറിലാണെങ്കിൽ, ഒറ്റ കാര്യത്തിൽ ഒരൊറ്റ ലക്ഷ്യം അത് വെച്ച് നിങ്ങൾ വർക്ക് ചെയ്യണം. അതിനുള്ള ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണം. ആ ധൈര്യമില്ലായ്മ അതുകൊണ്ട്, അതായത് എനിക്കത് അർഹതപ്പെട്ടതല്ല എന്നുള്ള ഒരു തോന്നലും, അത് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ഒരു പരിധി വിട്ട് എനിക്ക് നേടിയെടുക്കാൻ അതിനുള്ള കഴിവില്ല എന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് ആ ഒരു ചിന്ത കയറിയിട്ടുണ്ടെങ്കിൽ, അത് മുൻപെപ്പോഴോ ഇതുപോലെ എന്തിനെങ്കിലും വേണ്ടി പരിശ്രമിച്ചപ്പോൾ നിങ്ങളുടെ കൂടെയുള്ളവർ പറഞ്ഞ ചില വാക്കുകൾ, അല്ലെങ്കിൽ അത് കിട്ടാതെ പോയതിൽ നിന്ന് അതിന്റെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ചില വിമർശനങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടായിരിക്കാം. അതിൽ നിന്നാണ് ആ ഒരു വിശ്വാസം ഉണ്ടായിട്ടുള്ളത്, എന്നെ കൊണ്ട് ഒരു പരിധി വിട്ട് വലിയ വലിയ കാര്യങ്ങളൊന്നും നേടിയെടുക്കാൻ പറ്റില്ല. ഓക്കെ, ആ വിശ്വാസം മാറ്റിയെഴുതണം, അത് തിരുത്തണം. നിങ്ങൾ എന്താഗ്രഹിക്കുന്നോ, നിങ്ങൾക്കുള്ളിൽ ഒരു പ്രത്യേക കരിയറിനോട് വല്ലാത്തൊരു ആഗ്രഹം, അത് എന്താ പറയുക, നിങ്ങൾക്ക് അതിനോട് വല്ലാത്തൊരു അട്രാക്ഷൻ ഉണ്ട്, വളരെ വലുതാണ്, എന്താ പറയുക, നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല അതിലേക്ക് എങ്ങനെ എത്തണം. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് അതാണ് നിങ്ങളുടെ ജോബ്, അല്ലെങ്കിൽ അതാണ് നിങ്ങൾക്ക് നേടേണ്ടത് എന്നുള്ളൊരു ശക്തമായ തോന്നലുണ്ടെങ്കിൽ അത് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, ഈ ഒരു മൾട്ടിവേഴ്സിൽ ഏതെങ്കിലും ഒരു ടൈം ലൈനിൽ നിങ്ങൾ ഇത് ഓൾറെഡി ഈ ജോലി ചെയ്യുന്നതാണ്. മനസ്സിലായോ? നിങ്ങളുടെ കറന്റ് റിയാലിറ്റിയിൽ നിങ്ങൾ അവിടേക്ക് എത്തിയിട്ടില്ല, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു വല്ലാത്തൊരു ആഗ്രഹം ഒരു ജോലിയോട്, ഒരു മോഹം ഒരു ജോലിയോടോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ തന്നെ ഫോക്കസ് ചെയ്യുക, വർക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന സൈൻ ആണെന്ന് മനസ്സിലാക്കുക. ഇതാണ് എനിക്കുള്ളത്, ഇതിലാണ് ഞാൻ ശോഭിക്കാൻ പോകുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഒന്നിൽ കൂടുതൽ ഇപ്പൊ ജോലിയാണെങ്കിലും എന്തൊരു ആഗ്രഹമാണെങ്കിലും അതിന് മൾട്ടിപ്പിൾ ഓപ്ഷൻ വെക്കുക. മൾട്ടിപ്പിൾ ഓപ്ഷൻ വെച്ച് എല്ലാത്തിനും വേണ്ടി ഒരേ സമയം പരിശ്രമിക്കുക. ആ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഹീൽ ചെയ്യണം. അതെന്താ വെച്ചാൽ ഒന്നിൽ ഉറച്ചു നിൽക്കാൻ പറ്റാത്തത്, എഗെയിൻ നടന്നില്ലെങ്കിലോ, എനിക്ക് കിട്ടിയില്ലെങ്കിലോ, അങ്ങനത്തെ കുറെ ഉള്ളില് ഒരു സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ്, ഓക്കെ, ആ ഒരു വേർസ്റ്റ് കേസ് സിനാരിയോ ചിന്തിക്കാനുള്ള ഒരു ശക്തമായ ഉൾപ്രേരണ നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ ഹീൽ ചെയ്യണം. മനസ്സിലായോ? അതുപോലെ ആ ഒരു ക്ലാരിറ്റി, അതായത് നിങ്ങൾ എന്താഗ്രഹിക്കുമ്പോൾ ഒരു വ്യക്തത വരിക, അത് ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്യുക. അതിനുവേണ്ടി ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ നിങ്ങൾക്ക് പരിശ്രമിക്കാൻ സാധിക്കണം. അപ്പൊ ആ ഒരു ആത്മവിശ്വാസവും
ആ ഒരു ധൈര്യവും നിങ്ങൾക്ക് ഇപ്പോൾ ഇല്ല എന്നാണെങ്കിൽ അതും നിങ്ങൾ എന്ത് ചെയ്യണം? ഹീൽ ചെയ്യണം. ഓക്കെ. പിന്നെ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടഡ് ആയിരിക്കുക. ഒരു ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്യുക. ഒന്നിലേ പാടുള്ളൂ എന്ന് പറയുന്നു, അതിലും തന്നെ ഫോക്കസ് ചെയ്ത് എപ്പോ വരും എപ്പോ നടക്കും അതൊന്നും നമുക്കറിയേണ്ട ആവശ്യമില്ല. എപ്പോൾ എങ്ങനെ അത് യൂണിവേഴ്സാണ് ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതാണ് ആഗ്രഹം, അതിനു വേണ്ടി ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു, ഇതാണ് നമുക്കുള്ളത്. ഓക്കെ. ആഗ്രഹം പറയാ, അതിനുവേണ്ടി ആക്ഷൻ എടുക്കുക. എപ്പോൾ നടക്കും എങ്ങനെ നടക്കും അത് യൂണിവേഴ്സ് ഹാൻഡിൽ ചെയ്യാം. ഓക്കെ. ഇതാണ് നമ്മൾ പറയുന്നത് താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? ഇതാണ് കാര്യം. നമ്മൾ എടുക്കേണ്ട നമ്മുടെ ലക്ഷ്യം എന്താണ്, നമ്മുടെ ആഗ്രഹം എന്താണെന്ന് യൂണിവേഴ്സിനെ അറിയിക്കുക. അതിനുവേണ്ടി ആക്ഷൻസ് നമ്മൾ എടുക്കേണ്ടത് എടുക്കുക. ബാക്കി അത് എപ്പോൾ നടക്കണം എങ്ങനെ നടക്കണം അത് യൂണിവേഴ്സാണ് ഹാൻഡിൽ ചെയ്യുക. അങ്ങനെയാണ് കാര്യങ്ങൾ. എപ്പോഴും ആ ഒരു വിശ്വാസം ഉണ്ടാവും. നമ്മുടെ ആദ്യം നമ്മൾ ചെയ്യണം കേട്ടോ, കൃത്യമായിട്ട് കൺസിസ്റ്റന്റ് ആയി ചെയ്യണം. അതിൽ തന്നെ ഫുള്ളി ഫോക്കസ് ചെയ്ത് അതിനു വേണ്ടി മാത്രം പരിശ്രമിക്കുക, നിരന്തരം പരിശ്രമിക്കുക. അപ്പൊ അങ്ങനെ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല, ഒരു റെസ്റ്റ്ലെസ് എനർജി. പക്ഷേ ഇതിനു വേണ്ടി ഞാൻ പരിശ്രമിക്കേണ്ടത്, ഒടുക്കും ഇതും കിട്ടിയില്ലെങ്കിൽ അതും ഇല്ലാണ്ടാവുമല്ലോ, ഇങ്ങനത്തെ ഒക്കെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ അവിടെ അഗെയിൻ ഒരു വിശ്വാസക്കുറവാണ്, എന്നെ കൊണ്ട് സാധിക്കില്ല എന്നൊരു തോന്നലുണ്ട്, സബ് കോൺഷ്യസിൽ ഇങ്ങനെ ഉറച്ചു കിടക്കുന്നുണ്ട്. ആ ഒരു ആത്മവിശ്വാസക്കുറവും എനിക്കത് അർഹതപ്പെടുന്നില്ല എന്നുള്ള ഒരു തോന്നലും ഒക്കെയാണ് നിങ്ങൾ ഹീൽ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ. പിന്നെ എങ്ങനെ എപ്പോൾ എന്നുള്ളത് അത് യൂണിവേഴ്സിന്റെ കയ്യിലാണ്. അത് ആ സമയത്ത് വരുമ്പോൾ അത് വരുന്ന രീതിയിൽ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാകണം. ഓക്കെ. എന്നുള്ള അത് നിങ്ങൾക്കറിയാം, പക്ഷെ നിങ്ങൾക്ക് അത് പറ്റുന്നില്ല. അങ്ങനെയാണ് വേണ്ടത്. ഞാൻ അപ്പോൾ എന്താ പറയാ, ഞാൻ കൺട്രോൾ ചെയ്യാൻ പാടില്ല, ഞാനിങ്ങനെ ഓപ്പൺ ആൻഡ് റിസീവ് മോഡിലായിരിക്കണം, അതൊക്കെ നിങ്ങൾക്ക് അറിയാം, പക്ഷെ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല. പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് ഒന്ന് റിലാക്സ് ചെയ്ത് ലൈഫിൽ ഇപ്പോൾ ഉണ്ടാകുന്ന നല്ല കാര്യങ്ങളിലും ഫോക്കസ് ചെയ്ത് അങ്ങനെ പോകാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. എപ്പോഴും ഹൈ അലേർട്ടിലായിരിക്കുക. പിന്നെ എല്ലാം ഞാൻ തന്നെ ചെയ്യണം എന്നൊരു തോന്നല്, അല്ലെങ്കിൽ എല്ലാം എനിക്ക് മുന്നേ അറിയണം, നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ എനിക്ക് മുന്നേ അറിയണം എന്നൊരു തോന്നല്. ഓക്കെ. അതെന്താ വെച്ചാൽ അവിടെ വേറെ ഒരു ഇതെന്ന് പറഞ്ഞാല് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിന് ഇപ്പോഴേ എനിക്ക് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ. അപ്പൊ അതെന്തിനാ അങ്ങനെ ചിന്തിക്കണത്? അപ്പൊ എന്താ വെച്ചാല് ബെസ്റ്റ് കേസ് സിനാരിയോ ചിന്തിക്കാൻ പറ്റുന്നില്ല. പ്രശ്നം ഉണ്ടാവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടെ ഒരു ഷിഫ്റ്റ് വരണം. എൻ്റെ ലൈഫിലൊക്കെ ഇനി നന്നായേ നടക്കുള്ളൂ, വളരെ സ്മൂത്ത് സെയിലിംഗ് ആണ് ഇനി അങ്ങോട്ട്, എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്ത് ആയിട്ടാണ് നടക്കാൻ പോകുന്നത്, ഏറ്റവും നല്ല രീതിയിലാണ് നടക്കാൻ പോകുന്നത്. ഓക്കെ. പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു, ഇനി ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല, അതൊരിക്കൽ സംഭവിച്ചു, ശരി, അത് ഇനിയും ആവർത്തിക്കില്ല. ഇത് നിങ്ങൾക്ക് ഈ ഒരു ചിന്ത അല്ലെങ്കിൽ ഈ ഒരു ഷിഫ്റ്റ് നിങ്ങളുടെ ചിന്തകളിൽ ഉണ്ടായേ പറ്റൂ. അപ്പൊ അതും നിങ്ങൾ ഹീൽ ചെയ്യണം. എന്ത്? ഒരു വേഴ്സ്റ്റ് കേസ് സിനാരിയോ ചിന്തിക്കാനുള്ള ടെൻഡൻസി, അതിനുവേണ്ടി പ്രിക്കോഷൻസ് എടുക്കാനുള്ള ഒരു ടെൻഡൻസി, അത് നിങ്ങൾ ഹീൽ ചെയ്യണം. ഒരു ലക്ഷ്യത്തിൽ തന്നെ ഫോക്കസ് ആകുക. ആ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സഹായങ്ങളെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റണം. സൂപ്പർ ഇൻഡിപെൻഡന്റ് ആകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതായത് യൂണിവേഴ്സ് ആയിരിക്കും ചില സമയത്ത് ഈ സഹായങ്ങൾ നിങ്ങൾക്ക് തന്നയക്കുന്നത്, പക്ഷെ നിങ്ങൾ ശരിയാവില്ല, ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യണം, എല്ലാം ഞാൻ തന്നെ ചെയ്യണം എന്നാലേ ശരിയാവുള്ളൂ, അങ്ങനത്തെ ഒരു ചിന്ത ഉള്ളിലുണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റിയെടുക്കണം. നിങ്ങൾ ഒരു ലക്ഷ്യത്തിനായിട്ട് പരിശ്രമിച്ചു തുടങ്ങുമ്പോൾ, അതിനുവേണ്ടി നിരന്തരം ആക്ഷൻ എടുത്ത് തുടങ്ങുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ സഹായങ്ങൾ നമ്മൾ പോലും ആവശ്യപ്പെടാതെ നമ്മളിലേക്ക് വരും. അപ്പൊ വരുന്ന സഹായങ്ങൾ, സപ്പോർട്ടുകൾ അതിനെ എക്സ്പ്ലോർ ചെയ്യുക. കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് എനിക്ക് വേണ്ട എന്നൊന്നും റിജക്ട് ചെയ്യരുത്. എന്താണത്, അവരെന്താണ് തരാൻ, അല്ലെങ്കിൽ എന്ത് സപ്പോർട്ടാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്, എന്താണ് അവർ തരാൻ ഉദ്ദേശിക്കുന്ന അഡ്വൈസ് അല്ലെങ്കിൽ സജഷൻ, അത് നമുക്ക് കേൾക്കാൻ പറ്റണം. ഓക്കെ. അതെന്താണ് എന്നുള്ളത് നമ്മൾ അറിയണം. എന്നിട്ട് അത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സഹായിക്കുന്നത് എങ്ങനെയെന്ന് നോക്കുക, അത് ആക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ. വരുന്നതിനെല്ലാം റിജക്ട് ചെയ്യാൻ പാടില്ല, അത് എക്സ്പ്ലോർ ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കണം. പിന്നെ ഈ പറയുന്നത് പോലെ ലൈഫിൽ നല്ലത് സംഭവിക്കും, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ വിജയങ്ങളിൽ എത്തും എന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സിനാരിയോയില് ഫോക്കസ് ചെയ്യാനായിട്ട് ശീലിക്കണം. അത് പറ്റണം. അത് പറ്റുന്നില്ലെങ്കിൽ അതും നിങ്ങൾ ഹീൽ ചെയ്യേണ്ടതാണ്. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾ ഹീൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഗ്രൂപ്പ് 2 ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ റീഡിംഗ് ലൈക്ക് ചെയ്യണം, ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കണം. മറക്കാതെ ഈ റീഡിംഗ് ഹൈപ്പ് ചെയ്യുകയും വേണം. ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് താഴെ അവൈലബിൾ ആണ്. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്.
മറ്റു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു. ഹലോ, നമസ്കാരം. ഗ്രൂപ്പ് 3 നിങ്ങൾ തമ്മിലിന്റെ മൂന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം ഇപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ഹീൽ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സ് ഇപ്പോൾ എന്തൊക്കെയാണ് ഹീൽ ചെയ്യേണ്ടതായിട്ട് ഉള്ളത്. ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സ് ഇപ്പോൾ എന്തൊക്കെയാണ് ഹീൽ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എന്തൊരു കാര്യം കഷ്ടപ്പെട്ടാലേ നേടാൻ പറ്റുള്ളൂ. ഒരുപാട് കഷ്ടപ്പാടുകൾ കടന്നു പോയാലാണ് വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാവുള്ളൂ, ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അങ്ങനെ ഒരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഓക്കെ, പലപ്പോഴും നമ്മൾ ഫിസിക്കലി ആയിരിക്കില്ല ഒരുപാട് എന്താ പറയാ എഫേർട്ട് എടുക്കേണ്ടതായിട്ട് വരിക. നമ്മുടെ ചിന്തകളിൽ മാറ്റം വരുത്തുക, സബ് കോൺഷ്യസിൽ മാറ്റം വരുത്തുക. അത് ഫിസിക്കൽ ആക്ടിവിറ്റി അല്ല, അത് കുറച്ച് മെന്റൽ ആക്ടിവിറ്റിയാണ്. ഓക്കെ, ഇന്നർ വർക്കാണ്. അതാണ് ചിലപ്പോൾ നമ്മൾ കുറച്ച് ചെയ്യേണ്ടതായിട്ട് വരിക. ഓക്കെ, അപ്പൊ കഷ്ടപ്പെടാതെ കിട്ടുന്നതിനൊന്നും ഒരു വിലയില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ അത് ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ് എന്നുള്ള ഒരു ചിന്ത. അതിപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ മാത്രമല്ല, നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ ലൈഫിൽ ഇതുപോലെ എഫേർട്ട്ലെസ് ആയി കിട്ടുന്നതൊക്കെ അതൊന്നും കാര്യമില്ല എന്നുള്ള ഒരു ചിന്ത. ഓക്കെ, അതിന് അതിൻ്റെതായ ഒരു പ്രാധാന്യം കൊടുക്കാത്ത ഒരവസ്ഥ അത് നിങ്ങളിൽ കാണുന്നുണ്ട്. അത് നിങ്ങൾ മാറ്റണം. ഓക്കെ, കാരണം എപ്പോഴും ഹാർഡ് വർക്ക് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമാണ് വലിയ വിജയങ്ങൾ ഉണ്ടാവുള്ളൂ എന്നുള്ള ആ ഒരു പോളിസി വെച്ചിട്ട് മുന്നോട്ട്, അല്ലെങ്കിൽ ആ ഒരു ബിലീഫ് വെച്ചിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്ത് നേടിയെടുക്കുന്നതിന് മുൻപും നിങ്ങൾ ഒരുപാട് ഇങ്ങനെ എന്താ പറയുക ടവർ മൊമെന്റ്സിലൂടെയും ഒക്കെ കടന്നു പോകേണ്ടതായിട്ട് വരും. കാരണം നിങ്ങളുടെ വിശ്വാസം അങ്ങനെയാണ്, എല്ലാം കഷ്ടപ്പെട്ടാലേ കിട്ടുള്ളൂ. കഷ്ടപ്പെടണ്ടെന്നല്ല, നമ്മുടെ ഭാഗത്ത് നമ്മൾ എഫേർട്ട് എടുക്കണം. പക്ഷേ ഇങ്ങനെ എന്താ പറയുക എല്ലാത്തിനും അങ്ങനെ വേണ്ടി വരില്ല. ചില സമയത്ത് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ചിന്തകളിലൊക്കെ ഒരു മാറ്റം വരുത്തുക, നമ്മുടെ ബിലീഫിലൊക്കെ ഒരു മാറ്റം അങ്ങോട്ട് വരുത്തി കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് അതിനേക്കാൾ ഇരട്ടി എന്നുള്ള പോലെ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, അതിന് റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും എളുപ്പത്തിലും നടക്കാം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. എളുപ്പത്തിൽ എഫേർട്ട്ലെസ്ലി നടക്കാനും ഒരു സാധ്യതയുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ പണവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, കരിയർ സ്റ്റെബിലിറ്റി ഒക്കെ ആണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടാലേ വിജയം ഉണ്ടാവുള്ളൂ, ഒരുപാട് കഷ്ടപ്പെട്ടാലേ പൈസ വരുള്ളൂ. അതും മാറ്റുക. ഓക്കെ, എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടണം എന്ന് ഇങ്ങനെ ആഗ്രഹിക്കണത്? ഓക്കെ, നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്ന ഒരാൾ തന്നെയാണ്, നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിൽ നിങ്ങൾ ഒരുപാട് സിൻസിയർ ആയിട്ട് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്, അങ്ങനെയാണ് ആകേണ്ടത്. ഓക്കെ, അപ്പോ എപ്പോഴും ഇങ്ങനെ കഷ്ടപ്പെടണം എന്നൊരു ചിന്ത വേണ്ട. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ ചുറ്റുള്ള ആർക്കെങ്കിലും ഈ പറഞ്ഞ പോലെ നിങ്ങൾ കാണുമ്പോൾ വളരെ എളുപ്പത്തിൽ ഒരു കാര്യം കിട്ടി, നമുക്കറിയില്ല അവരുടെ ഉള്ളിലൂടെ, അവരുടെ മനസ്സിലൂടെ ഒക്കെ എന്തൊക്കെ കടന്നു പോയിട്ടുണ്ട്, അവർ എന്തൊക്കെ സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട് നമുക്കറിയില്ല. മാനസികമായിട്ട് ശാരീരികമായിട്ട് എങ്ങനെയൊക്കെയാണ് അവർ അതിനായിട്ട് തയ്യാറെടുത്തത്, പ്രിപ്പയർ ചെയ്തത് നമുക്കറിയില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു പെർസ്പെക്റ്റീവില് എന്ത് പെട്ടെന്ന് കിട്ടിയേ എന്ന് നമുക്ക് തോന്നാം. പക്ഷെ അവിടെ നമ്മൾ അങ്ങനത്തെ അതൊക്കെ എന്നിട്ട് എളുപ്പത്തിൽ കിട്ടിയത് ഭാഗ്യം കൊണ്ട് കിട്ടിയതല്ലാണ്ട് കഴിവ് കൊണ്ടൊന്നുമല്ല, അങ്ങനെ ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. ഓക്കെ, നമ്മുടെ കാര്യത്തിൽ തന്നെ പറയാൻ പാടില്ല. നിങ്ങളുടെ ഈ ഒരു കളക്റ്റിന്റെ പ്രത്യേകത അതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങൾക്കും എളുപ്പത്തിലൊരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അത് ഭാഗ്യം കൊണ്ട് കിട്ടിയതാ. ആരെങ്കിലും എന്നാലും കിട്ടിയല്ലോ, കൊള്ളാലോ എന്ന് പറയുമ്പോൾ അത് ഭാഗ്യം കൊണ്ട് കിട്ടിയതാ, അല്ലാണ്ട് ഇപ്പൊ ഞാനെന്ത് ചെയ്തിട്ടാ. അതായത് നിങ്ങൾ അത്യാവശ്യത്തിന് എഫേർട്ട് എടുക്കുന്ന ഒരാളാണ്, അതിന് നിങ്ങളൊരു വില കൊടുക്കുന്നില്ല, അത് പാടില്ല.
ഓക്കെ, നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിന് നിങ്ങൾ വില കൊടുത്തില്ലെങ്കിൽ പിന്നെ ചുറ്റുമുള്ള ആരും വില കൊടുക്കില്ല. ആ ഒരു വാല്യൂ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പൊ അത് നിങ്ങൾ ആദ്യം തന്നെ മാറ്റുക. ആ ഒരു ഇതാണ് ഹീൽ ചെയ്യേണ്ടത്. അതായത് എന്തും വളരെയധികം കഷ്ടപ്പെടണം, അല്ലെങ്കിൽ നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് നിങ്ങളൊരു വില കൊടുക്കാത്ത അവസ്ഥ, ഭാഗ്യം കൊണ്ട് കിട്ടുന്നത് എന്തോ പോരായ്മയാണെന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ. ഈ ഭാഗ്യം എല്ലാവർക്കും ഉള്ള ഒരു കാര്യമല്ല. ഭാഗ്യം തുണയ്ക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഓക്കെ, പലപ്പോഴും കണ്ടിട്ടില്ലേ, പലരും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യും, പക്ഷെ അവർ എടുക്കുന്ന ഒരു പരിശ്രമിക്കുന്നതിന്റെ 10-1 പോലും അവർക്ക് കിട്ടില്ല. അപ്പോൾ അവിടെ അത്രയും എഫേർട്ട് എടുക്കുന്നുണ്ട്, പക്ഷെ അതിനുള്ളത് അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഭാഗ്യം തുണയ്ക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പൊ അതിനെ നിസ്സാരവത്കരിക്കാൻ പാടില്ല എന്ന് നിങ്ങളോട് പറയുന്നു. അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഹീൽ ചെയ്യേണ്ടതാണ്. പിന്നെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ലൈഫിലായിരിക്കുക എന്നുള്ളത്, വളരെ ഓർഗനൈസ്ഡ് ആയിട്ട്, പ്രത്യേകിച്ച് ഫൈനാൻഷ്യൽ കരിയർ കാര്യങ്ങളൊക്കെ വരുമ്പോൾ വളരെ മെച്ചുവർ ആയിട്ട് വളരെയധികം ചിന്തിച്ചുകൊണ്ട് ഡിസിഷൻ എടുക്കേണ്ട ഒരു പ്രവണത അത് നിങ്ങൾക്ക് വേണം. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ അതിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ പിന്നാലെ പോവാണ്. അപ്പൊ അതിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചാലഞ്ചസ് ഉണ്ട്, അതിന്റെ സിറ്റുവേഷൻ എങ്ങനെയാണ്, ഇതിനെക്കുറിച്ചൊന്നും ഒരു പ്രിപ്പറേഷൻ ഒന്നുമില്ല. എന്ത് വേണം തോന്നുന്നു, എന്താണ് ആഗ്രഹിക്കുന്നത്, അതിന്റെ പിന്നാലെ ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് പോവുക എന്ന് പറയുന്നത് ശരിയല്ല. ഓക്കെ, നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് കരിയറും ഫൈനാൻസുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ എന്ത് പ്രധാനപ്പെട്ട ഡിസിഷൻ എടുക്കുമ്പോഴും, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ അതിനെക്കുറിച്ച് വിശദമായി ഒരു അനാലിസിസ് നടത്തണം. എനിക്ക് ഇന്നതാണ് വേണ്ടത്, കരിയറിൽ എന്താണ് വേണ്ടത്, ഫൈനാൻസിൽ എന്താണ് വേണ്ടത്, അതിനെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും, അതിൽ എന്തൊക്കെ റിസ്ക് ഇൻവോൾവ് ആണ്, എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ മുന്നേ പ്രിപ്പയർ ചെയ്യണം. ഇങ്ങനെ നിങ്ങൾ കൃത്യമായി ഒരു വിശകലനം നടത്തിയിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കാൻ. എന്തൊക്കെ ആക്ഷൻസ് ആണ് എടുക്കേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നതിനെ സംബന്ധിച്ച്. ഓക്കെ, ആ ഒരു ടെൻഡൻസിയില് ഏതൊരു കാര്യത്തിന് മുന്നും പിന്നും നോക്കാണ്ട് ഇറങ്ങുന്ന ഒരു ടെൻഡൻസി, ആ ഒരു നൈറ്റ് ഓഫ് സോർട്സിന് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, എനിക്കിതാണ് ലക്ഷ്യം, ഞാൻ അതിലേക്ക് പോവാണ്. ആ കോൺഫിഡൻസ് വേണം ഡെഫിനറ്റ്ലി. അതായത് ഞാനത് നേടിയെടുക്കും എന്ന കോൺഫിഡൻസ്. അതാണ് എംപററിനും കിങ് ഓഫ് വാൻസിനും ഉള്ളത്. എന്തിനു വേണ്ടി പരിശ്രമിക്കാൻ തുടങ്ങുന്ന ആ മൊമെന്റില് അവരുടെ മനസ്സിൽ അത് എന്റേതാണ് എന്നുള്ളതാണ്, അത് എന്റേതാണ്, ഞാനത് നേടിയെടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ്. അതാണ് അവരുടെ ആത്മവിശ്വാസം. അത് നമുക്ക് വേണം. ഓക്കെ, അതില്ലെങ്കിൽ എന്നെ കൊണ്ട് അങ്ങനെ പറ്റില്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ല, കിട്ടിയാൽ നന്നായിരുന്നു. മനസ്സിലായില്ലേ? ആ ഒരു നിങ്ങളെ കുറിച്ചുള്ള സെൽഫ് നറേഷൻ അത് നിങ്ങൾ ഹീൽ ചെയ്യേണ്ടതുണ്ട്. വളരെ പോസിറ്റീവ് ആകുക. നിങ്ങൾക്ക് കഴിവുകൾ ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല, ആ കഴിവുകളെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിനുള്ള ഹീലിംഗ്. ഓക്കെ, പിന്നെ എന്താ പറയാ, പക്ഷെ അതേസമയം നൈറ്റ് ഓഫ് സ്വർഡ്സിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തൊക്കെ ചാലഞ്ചസ് മുന്നിലുണ്ട് അതിനെങ്ങനെയൊക്കെ നേരിടണം എന്ന് ഒരു രൂപം ഇല്ലാണ്ടാണ് പോകുന്നത്. പിന്നെ ആ ചാലഞ്ചസ് എത്തുമ്പോൾ ആകെ പകച്ചു നിൽക്കുകയാണ് ചെയ്യുക. അത് വരരുത്. അത് വരാതിരിക്കാനാണ് നിങ്ങളോട് ഒരു പ്ലാൻ വേണം എന്ന് പറയുന്നത്. ആ ഒരു പ്ലാനിനനുസരിച്ച് ആക്ഷൻസ് കൃത്യമായി എടുക്കുക. അതിന്റെ എഫക്റ്റ്, അതിന്റെ റിസൾട്ട് ഒക്കെ യൂണിവേഴ്സ് കൃത്യസമയത്ത് കൊണ്ടുവരും എന്നുള്ള ആ ഒരു എക്സ്പെക്ടേഷൻ അവിടെ ഉണ്ടായിരിക്കണം, ആ പ്രതീക്ഷ ഉണ്ടായിരിക്കണം. പക്ഷെ നിങ്ങളായി എടുക്കേണ്ട ആക്ഷൻസ് എന്തൊക്കെയാണ് കരുതിയിരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു ബോധ്യം ഉണ്ടാവണം. ഓക്കെ, ആ ഒരു ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റണം. ആ ഡിസിഷൻ എന്ന് പറയുന്നത് മുന്നും പിന്നെ നോക്കാതെ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. ഓക്കെ, അത് ഒരു ഓപ്ഷൻ ആണ് നിങ്ങൾക്ക്. പക്ഷെ അതിൽ ഒരുപാട് ചാലഞ്ചസ്, ഒരുപാട് പ്രശ്നങ്ങൾ ഇൻവോൾവ് ആണ്. അല്ലെങ്കിൽ വളരെ പ്ലാൻ ചെയ്ത് കാൽക്കുലേറ്റഡ് റിസ്ക് എടുത്ത് പോകുന്നത്, അതാണ് നൈറ്റ് ഓഫ് വാൻഡ്സ്. ഓക്കെ, ഇതിൽ ഏത് എനർജിയിലായിരിക്കണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഓരോ സമയത്തും യൂണിവേഴ്സ് നിങ്ങൾക്ക് ആ 2 ഓപ്ഷൻസ് ആണ് തരുന്നത്. അപ്പൊ പക്ഷെ നിങ്ങൾ എപ്പോഴും എന്താ വെച്ചാൽ പെട്ടെന്ന് ഡെസ്പറേഷൻ ആണ് എത്രയും പെട്ടെന്ന് നേടിയെടുക്കണം എന്നുള്ളൊരു തോന്നൽ നിങ്ങളിൽ ഉണ്ടാക്കുന്നത്. ആ ഡെസ്പറേഷൻ പോണം, അതില്ലാണ്ട് എനിക്ക് പറ്റില്ല, അങ്ങനെ ആ ഒരു ഡെസ്പറേറ്റ് എനർജി ആയിട്ട് ചേസ് ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. അത് പാടില്ല. നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഒരിക്കലും നിങ്ങൾ ചേസ് ചെയ്യാനായിട്ട് പാടില്ല. നിങ്ങൾ എവിടെയാണോ ആയിരിക്കുന്നത് ആ ഒരു എനർജിയിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്പേസിലേക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളെ ആകർഷിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അത് എനിക്ക് നേടിയെടുക്കാൻ പറ്റുമെന്നൊരു വിശ്വാസം നിങ്ങൾക്ക് ആദ്യം ഉണ്ടാകണം. അതിനു വേണ്ടി കൃത്യമായി പ്ലാൻ ചെയ്ത് എന്തൊക്കെ ആക്ഷൻസ് എടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു ബോധ്യം ഉണ്ടാകണം. ആ ആക്ഷൻസ് കൺസിസ്റ്റന്റ് ആയിട്ട് എടുക്കണം. ഓരോ വട്ടം ആക്ഷൻ എടുക്കുമ്പോഴും ആ ഓരോ ആക്ഷൻ എടുക്കുന്നതിലും എന്റെ ആഗ്രഹം എന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു വിശ്വാസം, ആ ഒരു ബോധ്യം, ആ തിരിച്ചറിവും നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരേണ്ടതായിട്ട് വരും. പുറത്തു വരണം.
ആ കംഫർട്ട് സോണിലായിരിക്കുന്നത് അതിൽ നിന്ന് പുറത്തു വരേണ്ടതായിട്ട് എന്ത് കാര്യം വന്നാലും നിങ്ങൾ റിജക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഹീൽ ചെയ്യണം. ഓക്കെ, അത് നിങ്ങൾ ഹീൽ ചെയ്തേ പറ്റുള്ളൂ. കാരണം നിങ്ങളുടെ പ്രത്യേകിച്ച് കാണുന്നുണ്ട് ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരേണ്ട ഒരു ആവശ്യകത കാണുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് നിങ്ങൾ തയ്യാറാവണം. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ചോയ്സ് ആണ്. നിങ്ങൾക്ക് എല്ലാത്തിലും ഇവിടെ ചോയ്സസ് അവൈലബിൾ ആണെന്ന് പറയണത്. ഓക്കെ, എളുപ്പത്തിൽ നേടിയെടുക്കാനും കഷ്ടപ്പെട്ട് നേടിയെടുക്കാനും അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിട്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങളുടെ പിന്നാലെ പോകാനും അങ്ങനെ അല്ലാതിരിക്കാനും ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ സ്വപ്നങ്ങളുടെ പിന്നാലെ പോകാനും അങ്ങനെ അല്ലാതിരിക്കാനും എല്ലാം നിങ്ങൾക്ക് ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളോട് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ചോയ്സസ് എടുക്കൂ, എന്നിട്ട് മുന്നോട്ട് പോകൂ. അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഓക്കെ, ഈ ലക്ക് എന്ന് പറയുന്നത് അത് എന്തോ മോശപ്പെട്ട ഒരു കാര്യമാണെന്നൊരു ചിന്ത, അതായത് ഭാഗ്യം കൊണ്ട് കിട്ടുന്നതിനൊന്നും വിലയില്ല എന്നുള്ള ഒരു വിശ്വാസം എവിടെയോ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അത് ഹീൽ ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ എല്ലാം കഷ്ടപ്പെട്ടാലേ കിട്ടുള്ളൂ എന്നുള്ള ഒരു ബിലീഫ് ഉണ്ട്, അതും നിങ്ങൾ മാറ്റിയെടുക്കണം. ഈശ്വരന്റെ കടാക്ഷം ഉണ്ടെങ്കിൽ, അതായത് യൂണിവേഴ്സിന്റെ ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ എല്ലാം എളുപ്പത്തിൽ, വളരെ എളുപ്പത്തിൽ, വേഗത്തിൽ നേടിയെടുക്കാൻ പറ്റും എന്ന ഒരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഊട്ടിയുറപ്പിക്കണം. അപ്പോൾ അതിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ, ചിന്തകൾ, ഓക്കെ, കാഴ്ചപ്പാടുകൾ, അതൊക്കെ നിങ്ങൾ ഹീൽ ചെയ്യണം, റിലീസ് ചെയ്യണം. പിന്നെ സ്റ്റേറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, നടക്കുന്ന ഓരോ നല്ല കാര്യങ്ങൾ, അത് എത്ര ചെറുതായിക്കോട്ടെ. ചിലപ്പോൾ ഒരു ദിവസം നിങ്ങൾ ആഗ്രഹിച്ചൊരു ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുകയാണ്, അത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ഭാഗ്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഈശ്വരനോട് നന്ദി പറയാം. ഓക്കെ, അങ്ങനെ അത്രയും ചെറിയ കാര്യങ്ങൾ തൊട്ട് നിങ്ങൾ ഒരു സ്റ്റേറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും ആയിരിക്കാൻ ശ്രമിക്കുക. ഓരോ കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നതിനെയാണ് നമ്മൾ സ്റ്റേറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാൻ പറ്റണം. നിങ്ങൾ ആദ്യം ഇന്ന ആക്ഷൻ എടുക്കാം എന്ന് വെച്ച് നിങ്ങൾ ഉറച്ചു നിന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിന്റെ എഫക്റ്റ് ഒന്നും കാണാനില്ല, എന്നാൽ പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞാൽ അടുത്തേക്ക് പോവാണ്. അങ്ങനെയല്ല, കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അഗൈൻ ആ ഡെസ്പറേഷൻ ആണ്, അതായത് ചേസ് ചെയ്യണം എന്നൊരു ടെൻഡൻസി പാടില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തെ നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് നിങ്ങൾ വേണ്ടത്, അതിന്റെ പിന്നാലെ പോകുകയല്ല വേണ്ടത്. ഓക്കെ, അപ്പൊ ആ ഒരു ഡെസ്പറേഷൻ, ആ ഒരു ചേസിങ് ടെൻഡൻസി ഒക്കെയാണ് നിങ്ങൾ ഹീൽ ചെയ്യേണ്ടതായിട്ട് ഉള്ളത്. അതായത് മിറാക്കിൾസ് നടക്കും, ഓക്കെ, ഭാഗ്യം തുണയ്ക്കും എന്നിട്ടുള്ളൊരു വിശ്വാസം, ആ ഒരു ഭാഗ്യം ഉണ്ടാകുന്നത് വളരെ നല്ലൊരു കാര്യമാണ് എന്നുള്ള ഒരു ചിന്തകൾ, ആ ഒരു എന്താ പറയാ, അല്ലെങ്കിൽ നിങ്ങളെ ഭാഗ്യം തുണക്കില്ല എന്നൊരു തോന്നലുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുക. അപ്പൊ സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ്, നെഗറ്റീവ് നറേഷൻസ്, ഇതൊക്കെയാണ് നിങ്ങൾ മാറ്റിയെടുക്കേണ്ടത്, അതൊക്കെയാണ് നിങ്ങൾ ഹീൽ ചെയ്യേണ്ടത്. ഇൻസെക്യൂരിറ്റീസ്, ഓക്കെ, അതൊക്കെയാണ് നിങ്ങൾ ഹീൽ ചെയ്യേണ്ടതായിട്ട് ഉള്ളത്. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്, ഗ്രൂപ്പ് 3. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ഈ ഒരു വിഷയത്തിൽ ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിംഗ് ലൈക്ക് ചെയ്യണം, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കണം. അതുപോലെ തന്നെ ഈ റീഡിംഗ് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്താണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക്